നമ്മുടെ നാട്ടിലുണ്ടല്ലോ കല്ലുരുക്കി എന്നറിയപ്പെടുന്ന ഒരു ചെടിയുണ്ട്. സ്കൊപ്പാരിയ ഡൾസസ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. ഈ ചെടിയുടെ കുടുംബ പേര് സ്ക്രോഫുലാരിയേസി എന്നാണ്. ഇതേ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ബന്ധുവായ മറ്റൊരു ചെടിയാണ് ഡിജിറ്റാലിസ്. വിവിധ സ്പീഷീസുകളിൽപ്പെടുന്ന ഡിജിറ്റാലിസ് ചെടികളുണ്ട്. അതിൽ തന്നെ ഡിജിറ്റാലിസ് പർപ്യൂറിയ എന്ന ചെടിയാണ് പ്രശസ്തൻ. പർപ്പിൾ ഫോക്സ് ഗ്ലവ്, ലേഡീസ് ഗ്ലവ് എന്നീ പേരുകളിൽ ലെവൻ അറിയപ്പെടുന്നു. ഈ ചെടിക്ക് ഫോക്സ് ഗ്ലവ് എന്ന പേര് എങ്ങനെയാണ് കിട്ടിയത്? അതിനു പിന്നിൽ പല കഥകളുണ്ട്. അതിലൊരു നാടോടി കഥയിൽ പറയുന്നത് ശബ്ദമുണ്ടാക്കാതെ നടക്കാനായി കുറുക്കന്മാർ ഈ ചെടിയുടെ പൂ പറിച്ചെടുത്ത് ഗ്ലൗസ് ആയി ഉപയോഗിച്ചിരുന്നു എന്നാണ്. കൂടാതെ യക്ഷികളും വനദേവതകളും ഈ പൂവിനെ ഗ്ലൗസ് ആയി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന മറ്റു ചില നാടോടി കഥകളും ഉണ്ട്. ഡിജിറ്റാലിസ് എന്ന ജനുസിൽപ്പെടുന്ന ചെടികൾ കൂടുതലായി കണ്ടുവരുന്നത് യൂറോപ്പിലും ആഫ്രിക്കയിലുമൊക്കെയാണ്. എങ്കിലും ഇവരുടെ ബന്ധുക്കളെ നമ്മുടെ നാടുകളിലും കാണാം. ഈ ഡിജിറ്റാലിസ് ചെടികളിൽ കാണപ്പെടുന്ന ഒരു വിഭാഗം രാസവസ്തുക്കളാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് അഥവാ ഡിജിറ്റാലിസ് ഗ്ലൈക്കോസൈഡ്സ്. ഈ രാസവസ്തുക്കൾക്ക് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ പേശികളിലുള്ള സോഡിയം പൊട്ടാസ്യം പമ്പുകളുടെ പ്രവർത്തനത്തെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതുവഴി ഹൃദയമിടിപ്പിന്റെ തോത് കുറയുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സോഡിയം പൊട്ടാസ്യം അയോണുകളുടെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു പമ്പാണ് ഇത്. ഹാർട്ട് ഫെയിലിയർ ഉൾപ്പെടെയുള്ള ഹൃദ്രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ ഉപയോഗിക്കുന്നു. ഡിജിറ്റാലിസ് ജനുസിൽപ്പെടുന്ന ചെടികളിൽ കാണപ്പെടുന്ന കാർഡിയാക് ഗ്ലൈക്കോസൈഡുകളാണ് ഡിജിറ്റോക്സിൻ, ഡൈഗോക്സിൻ എന്നിവ.